ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വീട്ടിൽ മുട്ടയും അവലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള അവൽ കട്ട്ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്കിതാ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അവലാണ് ഫസ്റ്റ് എടുത്തില്ല. അവൽ ഏത് ടൈപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഏതാണോ കയ്യിലുള്ളത് അത് മതി. അപ്പോൾ ഞാനിത് എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അവലൊന്നും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ആകുന്നതിന് സമയത്ത് നിങ്ങൾ അരിപ്പയിലേക്ക് അരിച്ച് മാറ്റി വെക്കണേ. അടുത്തത് വേറൊരു ബൗളിലേക്ക് ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല വലുപ്പമുള്ള മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. പിന്നെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഉടച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അവലില്ലേ, അത് ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റ് ആകുന്ന സമയത്ത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് പേനെടുക്കുക കേട്ടോ, ഒട്ടും വെള്ളമില്ലാതെ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ ചേർക്കാൻ നോക്കണം. പിന്നെ വെളുത്തുള്ളി എടുക്കണ്ട, ഇഷ്ടമാണെങ്കിൽ ഒരല്ലിയൊക്കെ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 2-3 സ്പൂൺ മല്ലിയില ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങിൽ ഇട്ടതാണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകയില്ല നമ്മുടെ ക്യൂമിൻ സീഡ്, അത് മുഴുവനായിട്ട് തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയില്ല നമ്മുടെ പത്തിരിക്ക് എടുക്കുന്ന പൊടി, അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ എല്ലാ സൈഡിലേക്കും മസാല കാര്യങ്ങളൊക്കെ പൊടിച്ച് കിട്ടണം. അങ്ങനെ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കയ്യിലെടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം, കട്ട്ലൈറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ പറ്റണം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഓവർ ലൂസായിട്ട് എന്തെങ്കിലും ഒരു ഈർപ്പം പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു മിക്സ് റെഡിയാക്കി എടുക്കണം, ഒരു മൈദയുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് 1-2 സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് വേണ്ട. എന്നിട്ട് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചെറിയൊരു മൈദയുടെ ഒരു കോട്ടിങ്ങിൻ്റെ മിക്സ് റെഡിയാക്കുന്നതാണ് കേട്ടോ. നമ്മൾ കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടയിലല്ലേ കോട്ട് ചെയ്തെടുക്കുക, അതിന് പകരം മൈദയുടെ ബാറ്റർ മതി. അപ്പോൾ ഓവർ തിക്കാവും വേണ്ട, ഓവർ ലൂസാവും വേണ്ട കേട്ടോ. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മളിത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് അല്ല കേട്ടോ എടുക്കുന്നത്, നമ്മുടെ കോൺഫ്ലേക്സ് ഇല്ലേ, അതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും കേട്ടോ, ഒരു സ്പെഷ്യൽ ഫ്ലേവറും ഉണ്ടാവും കേട്ടോ ഇതാകുമ്പോൾ. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. കാരണം കോൺഫ്ലേക്സ് അറിയാലോ അത്യാവശ്യം വലുതായിട്ടല്ല നിൽക്കുക, അപ്പോൾ ഒന്ന് ഒതുക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമ്മുടെ ആ ഒരു മാവ് റെഡിയാക്കിയിട്ടില്ലേ, അത് കൈകൊണ്ട് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കട്ട്ലൈറ്റാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഉരുട്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചില്ല ആ ഒരു മൈദയുടെ മിക്സിൽ അതിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കോൺഫ്ലെക്സിനും കൂടിയിട്ട് കോട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത്രയിൽ നമ്മുടെ അവൽ കട്ട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഉള്ളു വേവാനൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളൂ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റും. കാരണം നമ്മൾ കോൺഫ്ലെക്സ് ചേർത്തതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ക്രിസ്പിനെസ് ഉണ്ടാകും കേട്ടോ, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരെണ്ണ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ ഞാൻ കുറച്ചെണ്ണം മാത്രമാണ് ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളൂ. കാരണം വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ തണുക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോയിൽ കാണിക്കാൻ മാത്രം ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാണാൻ പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. കുറച്ചൊരു സ്പൈസി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് അല്ലേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം എപ്പോഴും
എപ്പോഴും ഒരേ ടൈപ്പ് സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഇടയ്ക്ക് ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു വെറൈറ്റി സ്നാക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്